അലാസ്കയിലെ ഒരു ചെറു പട്ടണമാണ് ബാരോ. എല്ലാ വർഷവും തണുപ്പുകാലത്തിൻ്റെ 30 ദിവസങ്ങളിൽ ആ നഗരത്തിൽ ഒരു വിചിത്ര പ്രതിഭാസം നടക്കാറുണ്ട്. ആ 30 ദിവസങ്ങളിൽ സൂര്യനോ വെളിച്ചമോ ഇല്ലാത്ത അന്ധകാരത്തിൻ്റെ നാളുകളായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു 30 ദിവസമാണ് ആ നാട്ടിൽ മനുഷ്യരക്തം കുടിച്ച് ജീവിക്കുന്ന വമ്പയറുകൾ അവരുടെ നരവേട്ട ആ നഗരത്തിൽ നടത്തുന്നത്. വെളിച്ചമില്ലാത്ത അന്ധകാരത്തിൽ മാത്രം അതിജീവിക്കാൻ കഴിയുന്ന വമ്പയറുകൾ പിന്നീട് അവിടെ ഒരു മനുഷ്യവേട്ട തന്നെയാണ് നടത്തിയത്. അന്ധകാരത്തിൽ 30 ദിവസങ്ങൾ അതിജീവിച്ച അലാസ്കയിലെ കുറച്ച് ജനങ്ങളുടെ കഥയാണ് 2007 പുറത്തിറങ്ങിയ അമേരിക്കൻ മൂവിയായിട്ടുള്ള 30 Days of Night. അലാസ്കയിലെ തണുത്തുറങ്ങിയൊരു നഗരമാണ് ബാരോ. മറ്റ് നഗരങ്ങളിൽ നിന്ന് ബാരോയുടെ വ്യത്യസ്തത എന്തെന്നാൽ വർഷത്തിലൊരിക്കൽ 30 ദിവസം അവിടെ സൂര്യനോ സൂര്യപ്രകാശമോ ഉണ്ടാവില്ല. അന്ധകാരം കൊണ്ട് മൂടിയ ദിവസങ്ങളായിരിക്കും ആ 30 ദിവസങ്ങൾ. ബാരോ എന്ന നഗരത്തിൽ നിന്ന് അതിലെ തൊട്ടടുത്ത നഗരം എന്ന് പറയുന്നത് തന്നെ 80 മൈൽ അകലെയാണ്. അതായത് അന്ധകാരത്തിൽ ഇവിടെ എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ 80 മൈൽ താണ്ടി വേണം ഇവർക്ക് സഹായം തേടി പോകാൻ. ഒരു വർഷത്തിലെ അന്ധകാരത്തിൻ്റെ 30 ദിവസങ്ങൾക്ക് പറയുന്നതാണ് പോളാർ നൈറ്റ്. അങ്ങനെ ഇരിക്കെയാണ് ബാരോ എന്ന നഗരത്തിലേക്ക് സ്ട്രേഞ്ചായിട്ട് ഒരു അപരിചിതൻ ഒരു ചെറിയ ബോട്ടിൽ വന്നിറങ്ങുന്നത്. അയാൾ വന്നിറങ്ങിയത് കുറച്ച് അകലെയുള്ള ഒരു പഴയ കപ്പലിലേക്ക്, നിഗൂഢമായ ആ കപ്പലിലേക്ക് പേടിയോടെയും ഭയത്തോടെയും നോക്കുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ബാരോ എന്ന നഗരം ലക്ഷ്യമാക്കി ആ മഞ്ഞിലൂടെ അയാൾ നടന്നു നീങ്ങി. ഈ സമയത്ത് തന്നെയാണ് ബാരോയുടെ ഷെറിഫായിട്ടുള്ള ഈബനും ബില്ലിയും ആ നഗരത്തിന് വെളിയിലുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് തുറസായ ഒരു മഞ്ഞ് പ്രദേശത്തിലേക്ക് ഇറങ്ങിയത്. അയാൾ നടത്തിയ ചില അന്വേഷണങ്ങളിൽ കത്തിക്കരിഞ്ഞ കുറച്ച് മൊബൈൽ ഫോണുകൾ അയാൾക്ക് കിട്ടി. അതിനുശേഷം അവർ രണ്ടുപേരും അകലേക്കും മറഞ്ഞു പോകുന്ന ആ ഒരു സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർ കാണാൻ പോകുന്ന അവസാനത്തെ സൂര്യാസ്തമയമാണത്. ഇനി അവർക്ക് സൂര്യനെയും സൂര്യപ്രകാശവും കാണണമെങ്കിൽ 30 ദിവസത്തോളം അവർ കാത്തിരിക്കേണ്ടി വരും. ബാരോ എന്ന നഗരത്തിലെ ആൾക്കാർ പോളാർ നൈറ്റ് ആകുമ്പോഴേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും. ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ ഇനിയുള്ള 30 ദിവസങ്ങൾ അവിടെ തന്നെ കഴിയുകൂടും. പക്ഷേ ആ നഗരത്തിലെ ഏറെക്കുറെ ആൾക്കാരും ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലൈറ്റ് കയറി മറ്റ് നാടുകളിലേക്ക് പോവുകയാണ് പതിവ്. അങ്ങനെ കുറേയേറെ ആൾക്കാർ ഇപ്പോൾ നാട് വിട്ടുപോയി. ഈ ഒരു സമയത്താണ് ഒരു അപരിചിതൻ അവിടെയുള്ള ഒരു പ്രത്യേക കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന പട്ടികളെ മൃഗീയമായിട്ട് കൊല്ലുന്നത്. ഇതേ സമയമാണ് ഷെറിഫായിട്ടുള്ള എബൻ പെട്രോളിങ്ങിനായിട്ട് ആ നഗരത്തിൽ അവൻ്റെ വണ്ടിയും കൊണ്ടിറങ്ങിയത്. അപ്പോഴാണ് ബോയ് എന്ന് പറയുന്ന ഒരാളുടെ ട്രക്കിൽ നിന്ന് കുറച്ച് ഓയിൽ ലീക്കായി പോയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. എബൻ വെളിയിലിറങ്ങി ആ ഓയിലൊക്കെ പരിശോധിച്ചതിന് ശേഷം അയാൾക്ക് പിഴയടിക്കുന്നതിന് വേണ്ടി തിരിച്ചു വണ്ടിയിൽ കയറിയപ്പോഴാണ് റേഡിയോയിൽ കൂടെ അവൻ്റെ നാട്ടിലുള്ള ആ സ്നോ ഡോഗ്സിനെ ആരോ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ വിവരം അവൻ അറിയുന്നത്. ഇതേ സമയം എബൻ്റെ എക്സ് വൈഫായിട്ടുള്ള സ്റ്റെല്ല അവളുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് തിരികെ നാട്ടിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ബാരോ എന്ന നഗരത്തിലേക്കാണ് അവൾ തിരിച്ചു പോകുന്നതെങ്കിൽ ഇനിയുള്ള 30 ദിവസങ്ങൾ അവൾക്ക് പോളാർ നൈറ്റ് ആയിരിക്കും. സ്റ്റെല്ല അതുകൊണ്ട് ബാരോയിൽ നിൽക്കാതെ അവളുടെ ജോലി കഴിഞ്ഞത് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവൾ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അവളുടെ വണ്ടി ഒരു ബുൾഡോസറുമായിട്ട് ഇടിക്കുന്നത്. അപകടത്തിൽ സ്റ്റെല്ലയുടെ വണ്ടി നന്നായിട്ട് തകർന്നു പോയിട്ടുണ്ട്. അവൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എയർപോർട്ടിലും എത്തണം. മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് അവളുടെ എക്സ് ഹസ്ബൻഡായ എബനെ അവൾ ഫോൺ ചെയ്യുകയാണ്. എയർപോർട്ടിലേക്ക് പോകാനായിട്ട് അവളെ ഒന്ന് സഹായിക്കണമെന്ന് അവൾ എബനോട് പറഞ്ഞു. പക്ഷേ എബന് മറ്റ് ജോലിയുണ്ടെന്നും ഇപ്പോൾ വരാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് അവൻ അവളെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. എന്നിരുന്നാലും സഹായത്തിനായിട്ട് അവൻ്റെ കൂട്ടുകാരൻ ബില്ലിയെ അവൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ബില്ലി അങ്ങനെ സ്ഥലത്തെത്തുകയും സ്റ്റെല്ലയെ കൂട്ടിക്കൊണ്ട് എയർപോർട്ടിലേക്ക് പരമാവധി വേഗത്തിൽ പോവുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ നിന്നുള്ള അവസാനത്തെ ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്തിരുന്നു. അതായത് ആ നഗരം വിട്ട് സ്റ്റെല്ലയ്ക്കിനി ഒരു മാസത്തേക്ക് പോകാൻ കഴിയത്തില്ല. ആ പോളാർ നൈറ്റിൻ്റെ ആ ഒരു സമയം അവൾ ബാരോയിൽ തന്നെ നിൽക്കണം. ഇതേ സമയം എവൻ കൊല്ലപ്പെട്ട സ്നോ ഡോഗ്സിനെ പരിശോധിക്കുന്നതിനായിട്ട് അതിൻ്റെ ഓണറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സ്നോ ഡോഗ്സിൻ്റെ ഓണറായിട്ടുള്ള എല്ലിക്കും ജൂണിനും ഈ ഒരു ക്രൂരകൃത്യം ആരാണ് ചെയ്തതെന്ന് അവർക്കൊട്ടും മനസ്സിലാകുന്നില്ല. കാരണം ആ നാട്ടിൽ അവർക്ക് അത്രമാത്രം ശത്രുക്കളൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ റിപ്പോർട്ടെല്ലാം എഴുതി പൂർത്തിയാക്കിയതിനു ശേഷം എവൻ നേരെ ചെല്ലുന്നത് അവൻ്റെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ അവൻ്റെ ഗ്രാൻഡ് മദർ ഹെലനും അവൻ്റെ സഹോദരൻ ജേക്കും ഉണ്ടായിരുന്നു. എവൻ എങ്ങനെ അവർ രണ്ടുപേരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവന് മറ്റൊരു എമർജൻസിയുടെ കോള് അവൻ്റെ ഓഫീസിൽ വന്നത്. എവൻ ഉടൻ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി ആ കോള് വന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. വിൽസണും കാർട്ടറും എന്ന് പറയുന്ന 2 മെക്കാനിക്കുകളാണ് എവനെ വിളിച്ചത്. അവർ ലോക്കിട്ട് താക്കോലെല്ലാം സൂക്ഷിച്ചു വെച്ച അവരുടെ ഒരു ഹെലികോപ്റ്റർ ആരൊക്കെയോ ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു. അത് ആരായിരിക്കുമെന്ന് ഇവർക്ക് 2 പേർക്കും അറിയത്തില്ല. അപ്പോൾ എവൻ അതിൻ്റെയൊക്കെ പരിശോധനകൾ അവിടെ നടത്തുകയാണ്.
ഇതേ സമയം ബാരോയിലെ സെൽ ടവറിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രായമായ ഗസ് എന്ന മനുഷ്യൻ പുറത്തുനിന്ന് ആ മഞ്ഞിൽ നിന്ന് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ശബ്ദം കേട്ടിട്ട് അത് പരിശോധിക്കാനായിട്ട് അയാൾ വെളിയിലിറങ്ങുകയാണ്. അയാൾ ലൈറ്റ് ഉപയോഗിച്ച് അവിടെ എങ്ങും പരിശോധിച്ചപ്പോൾ ആരെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ പെട്ടെന്നായിരുന്നു കുറച്ച് ആൾക്കാർ പുറകെ നിന്ന് വന്ന് അവനെ ആക്രമിച്ചത്. ഗസിനെ ആക്രമിച്ചതിന് ശേഷം അവനെ കീഴ്പ്പെടുത്തി അവനെ ആക്രമിച്ച ആ മനുഷ്യരെല്ലാം അവനെ കടിച്ചു കീറി അവനെ ഭക്ഷിക്കുകയായിരുന്നു. അവനെ കൊന്നത് വേറെ ആരുമല്ല, വമ്പയറുകളായിരുന്നു. മനുഷ്യ സാദൃശ്യമുള്ള മനുഷ്യനെ ഭക്ഷിക്കുന്ന ആ മൃഗീയമായ ജന്മങ്ങളാണ് വമ്പയറുകൾ. ആ വമ്പയറുകൾ ആ മനുഷ്യനെ ക്രൂരമായിട്ട് കൊന്നിട്ട് അവിടെ വെച്ച് തന്നെ ഭക്ഷിക്കുകയായിരുന്നു. ഇതേ സമയം കഥയുടെ തുടക്കത്തിൽ ഒരു ബോട്ടിൽ ബാരോയിലേക്ക് ഇറങ്ങി വന്ന ആ ഒരു സ്ട്രേഞ്ചർ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. അയാൾ അത്രയേറെ ശരീരം ആവശ്യമായി വിശപ്പോടെയും ദാഹത്തോടെയും വരുന്നു അവിടേക്ക് വന്നത്. അയാളങ്ങനെ ആ ഫുഡ് ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് മദ്യവും ചോദിച്ചു. പക്ഷേ പോളാർ നൈറ്റിൻ്റെ ആ ഒരു 30 ദിവസങ്ങളിൽ ആ നാട്ടിൽ ആരും മദ്യം കുടിക്കുകയോ മദ്യം വിൽക്കുകയോ ചെയ്യാറില്ല. ഇത് കേട്ടപ്പോൾ ആ ഒരു സ്ട്രേഞ്ചർ പെട്ടെന്ന് തന്നെ ആ സെയിൽസ് വുമൻ്റെ നേരെ കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. ആ സ്ട്രേഞ്ചർ ആ ഒരു സ്ത്രീനെ മർദ്ദിക്കാൻ പോവുകയാണ് എന്ന സിറ്റുവേഷൻ വന്നപ്പോഴാണ് എബൻ പെട്ടെന്ന് അവിടേക്ക് കയറി വന്ന് അയാളെ കീഴ്പ്പെടുത്തിയത്. അത് കഴിഞ്ഞ് അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ ബാരോയിലെ മറ്റൊരു ഇൻഡസ്ട്രി ഏരിയ കാണിക്കുകയാണ്. കുറച്ച് പൈപ്പ് ലൈൻ വർക്കേഴ്സ് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരിൽ ഒരാളെ പെട്ടെന്ന് ആരോ വലിച്ചുകൊണ്ടുപോയത്. ബാക്കിയുള്ള 3 പേരും അത് ഭയത്തോടെയായിരുന്നു കണ്ടു നിന്നത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മരിച്ചുപോയ ആ ഒരു വർക്കറുടെ ശവശരീരമാണ് അവരുടെ മുൻപിലേക്ക് വീണത്. ഇത് കണ്ടപ്പോൾ തന്നെ എന്തോ ദുരൂഹത മനസ്സിലേക്ക് അവർ അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷേ ഒരാൾ മാത്രം തൻ്റെ കൂടെയുള്ള ആ ഒരു വർക്കറിൻ്റെ കീറി മുറിച്ച ശരീരം കണ്ട് ഭയപ്പെട്ട് ഞെട്ടിത്തിരിച്ച് അവിടെ നിന്നു പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു വമ്പയറുകളായിട്ടുള്ള ചിലർ അവനെ പുറകെ വന്ന് വളഞ്ഞത്. ഇതേ സമയം പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണെങ്കിൽ എബൻ ആ സ്ട്രേഞ്ചറിനോട് കുറേയേറെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അയാൾ എങ്ങനെ ഈ നാട്ടിൽ വന്നെന്നും എങ്ങനെയൊക്കെ നുഴഞ്ഞു കയറിയെന്നും എബൻ അയാളോട് ചോദിച്ചറിയാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ ഒന്നും തന്നെ അതിന് മറുപടി പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്നാണ് ഇൻ്റർനെറ്റ് കട്ടായിപ്പോയത്. നെറ്റ് കട്ടായത് എബൻ ആദ്യമേ വിളിച്ചന്വേഷിച്ചത് കോൾ ടവറിൽ വർക്ക് ചെയ്യുന്ന ഗസ് എന്ന ആ മനുഷ്യനെയായിരുന്നു. പക്ഷേ അയാളെ വിളിച്ചപ്പോഴും അയാളുമായിട്ടും ആ ലൈൻ കണക്റ്റ് ആയില്ല. ആ വമ്പയറുകൾ ചേർന്ന് ഗസ് എന്ന ആ മനുഷ്യനെ കൊന്ന വിവരം ഇതുവരെ എബൻ അറിഞ്ഞിട്ടില്ല. ഇൻ്റർനെറ്റ് കട്ടായ അതേ സമയത്ത് തന്നെയായിരുന്നു ബാരോ എന്ന നഗരത്തിലെ ഇലക്ട്രിസിറ്റിയും അവിടെയുള്ള എല്ലാ വെളിച്ചവും ഇല്ലാതെയായത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇരുട്ടിലായ ജനങ്ങളെ വീണ്ടിലും ഇരുട്ടിലായിരുന്നതായിരുന്നു ആ ഒരു സംഭവം. ഇതുകൂടെ ആയപ്പോൾ ജയിലിലുള്ള ആ ഒരു സ്ട്രേഞ്ചർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എബനോടൊരു കാര്യം പറഞ്ഞു. അവർ വന്നിരിക്കുന്നു, നിങ്ങളെ ഇല്ലാതാക്കാനായിട്ട് അവർ ഇതാ എത്തിയിരിക്കുന്നു. അയാളുടെ ആ ഒരു വാക്കുകൾ എബൻ്റെ ഉള്ളിലും എന്തെന്നില്ലാത്തൊരു ഭയം ഉളവാക്കി. ഇൻ്റർനെറ്റ് കട്ടായതും ഇലക്ട്രിസിറ്റി ഇല്ലാതായതിൻ്റെയും കാരണം അന്വേഷിച്ചുകൊണ്ട് എബൻ സെൽ ടവറിനടുത്തേക്ക് ചെല്ലുകയാണ്. തോക്കും ചൂണ്ടിച്ചെന്ന് എബൻ അവിടെ കണ്ടത് കുറേ ചോരപ്പാടുകളാണ്. ഗസ് എന്ന അവിടുത്തെ വർക്കറിനെയും അവൻ കാണുന്നില്ല. നിലത്ത് കിടക്കുന്ന ആ ഒരു ചോരപ്പാടുകൾ അവനത് ഫോളോ ചെയ്ത് ചെന്നപ്പോൾ എബൻ കണ്ടത് മൃഗീയമായിട്ട് മുറിക്കപ്പെട്ട ഗസ് എന്ന ആ വർക്കറിൻ്റെ തലയായിരുന്നു. ഇതുകൂടെ കണ്ടപ്പോൾ എബൻ ശരിക്കും ഭയന്ന് വിറച്ചു. എബൻ തിരികെ വണ്ടി ഓടിച്ചുകൊണ്ട് ടൗണിൽ ചെന്ന് അവിടെയുള്ള ആൾക്കാരോടെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതരായിരിക്കാൻ പറഞ്ഞു. എന്ത് കാരണവശാലും നിങ്ങൾ വെളിയിൽ ഇറങ്ങരുത്, അകത്ത് തന്നെ ആയിരിക്കണം. ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പരമാവധി ജനറേറ്റർ ഉപയോഗിക്കാൻ പറഞ്ഞു. അതും വർക്കാവുന്നില്ലെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റും ഫുഡ് വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള ഡൈനറിലേക്ക് ചെല്ലാനും അവൻ പറഞ്ഞു. ഇതേ സമയം എല്ലിയുടെയും ജോണിൻ്റെയും വീട്ടിൽ അവർ സുരക്ഷിതരായിട്ട് അകത്തിരുന്നപ്പോഴാണ് ഒരു വമ്പയർ ജനലും തകർത്തുകൊണ്ട് വീടിനകത്തേക്ക് കയറി വന്നത്. ഉടൻ തന്നെ ആ ഒരു വമ്പയർ എല്ലിനെ ആക്രമിച്ച് എല്ലിയും കടത്തിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ജോൺ പരമാവധി എല്ലിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴും ആ ഒരു വമ്പയർ എല്ലിനെയും വലിച്ചിഴിച്ചുകൊണ്ട് ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അടിയിലേക്ക് പോവുകയായിരുന്നു. ജോണും വിട്ടുകൊടുക്കാതെ അവൻ്റെ റൈഫിൽ എടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അടിയിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് നിന്നു. ജോൺ എത്ര ശ്രമിച്ചിട്ടും എല്ലിനെ തിരികെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു സമയത്ത് എല്ലിനെ രക്ഷിക്കാനായിട്ട് അവളുടെ കയ്യിലേക്ക് അവൻ കയറി പിടിച്ചപ്പോഴും അവളുടെ കൈ വഴുതി പോവുകയായിരുന്നു. എല്ലിനെ രക്ഷിക്കാനായിട്ട് അവൻ അവൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിലും ആ ഒരു വമ്പയർ എല്ലിനെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ഇതേ സമയം ജയിലിലുള്ള ആ ഒരു സ്ട്രേഞ്ചർ അയാൾ എഴുന്നേറ്റ് നിന്ന് ഒരേ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ മരണപ്പെടും, നിങ്ങൾക്കാർക്കും അധികം ആയുസ്സുണ്ടാകില്ല. ഇയാളുടെ ഈ ഒരു സംസാരം കേട്ട് ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന എബൻ്റെ അനിയൻ ജെയ്ക്കിന് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നി. ജെയ്ക്ക് അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ചെസ്സിൻ്റെ പീസ് എടുത്ത് ദേഷ്യത്തോടെ ആ ഒരു സ്ട്രേഞ്ചറിൻ്റെ നേരെ വലിച്ചെറിയുകയാണ്. എന്നാൽ ആ ഒരു സ്ട്രേഞ്ചർ അയാളുടെ കയ്യിൽ കിട്ടിയ ആ ചെസ് പീസ് എടുത്ത് ആ ജയിലിൻ്റെ ലോക്ക് അഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു.
ഇത് കണ്ട ജെയ്ക്ക് ഉടൻ തന്നെ ആ ചെസ് പീസ് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനായിട്ട് ഒരു പിടിവലി തുടങ്ങി. എന്നാൽ ഈ ഒരു സമയം മുതലാക്കി ആ ഒരു സ്ട്രേഞ്ചർ ജെയ്ക്കിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് എബൻ അവിടേക്ക് കയറി വന്നത്. എബൻ അവൻ്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് ആ സ്ട്രേഞ്ചറിൻ്റെ ഷോൾഡറിലേക്ക് നോക്കി വെടിവെക്കുകയാണ്. എബൻ ഉടൻ തന്നെ ആ സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ഹാൻഡ് കഫ് അവൻ്റെ കയ്യിൽ വെച്ച് ലോക്ക് ചെയ്യുകയാണ്. എബൻ ആ സ്ട്രേഞ്ചറിനോട് എന്തൊക്കെ ചോദിച്ചാലും അയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് എബനോട് മറുപടി പറഞ്ഞത്. എന്തായാലും എബൻ്റെ ഗ്രാൻഡ് മദർ ഹെലനോടും അവൻ്റെ സഹോദരൻ ജെയ്ക്കിനോടും പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് എബനും അവൻ്റെ എക്സ് വൈഫ് സ്റ്റെല്ലയും കൂടെ പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിക്കാനായിട്ട് വെളിയിലേക്ക് പോവുകയാണ്. അവരങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ച് കാറിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് എബൻ ഒന്ന് വണ്ടി നിർത്തിയത്. പുറത്തിറങ്ങിയ സ്റ്റെല്ല ബൈനോക്കുലർ കൂടെ അകലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്നൊന്ന് പേടിച്ചുപോയി. അവൾ എബനോട് വണ്ടിയിൽ കയറി നമുക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞു. സ്റ്റെല്ല അകലേക്ക് നോക്കിയപ്പോൾ കണ്ടത് വമ്പയറുകളുടെ ഒരു കൂട്ടമായിരുന്നു. ഭയത്തോടെ തന്നെയാണ് അവർ ആ കാറിൽ കയറി തിരികെ പോയത്. എന്നാൽ അവരുടെ തൊട്ടുപുറകെ ഒരു വമ്പയർ ഓടി വന്ന് അവരുടെ കാറിന് മുകളിലേക്ക് ചാടി കയറുകയാണ്. വണ്ടിയുടെ മുകളിലുള്ള ആ ഒരു വമ്പയർ വണ്ടിയുടെ റൂഫ് തകർത്ത് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. എബൻ അവൻ്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഏൽക്കുന്നില്ല. പെട്ടെന്ന് വണ്ടി ഒന്ന് ബ്രേക്ക് ഇട്ടപ്പോഴാണ് ആ ഒരു വമ്പയർ തെറിച്ച് താഴേക്ക് വീണത്. അങ്ങനെ എബനും സ്റ്റെല്ലയും കാർ ഓടിച്ചുകൊണ്ട് തിരികെ അവരുടെ സിറ്റിയിലേക്ക് വരുമ്പോൾ അവർ കാണുന്നത് അവിടെയുള്ള കുറേയേറെ വീടുകൾക്ക് തീയിട്ടിരിക്കുന്നതാണ്. അതുമാത്രമല്ല അകലെ നിന്ന് വെടിയൊച്ചകളും അവർക്ക് കേൾക്കാം. അപ്പോഴാണ് അവൻ്റെ വണ്ടിയിലുള്ള റേഡിയോയിൽ നിന്ന് ഹെലൻ്റെയും ജേക്കിൻ്റെയും ഒരു കോൾ അവന് വന്നത്. അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഹെലൻ എബനെ വിളിച്ചത്. എബൻ അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോൾ അവൻ കാണുന്നത് അവിടെയുള്ള ഭിത്തിയിലും തറയിലും നിറച്ച് ചോരപ്പാടുകൾ മാത്രമാണ്. തൻ്റെ ഗ്രാൻഡ് മദർ ഹെലനെയും തൻ്റെ സഹോദരൻ ജേക്കിനെയും ഇപ്പോൾ അവിടെ കാണുന്നില്ല. പക്ഷേ ആ സ്ട്രേഞ്ചർ ആയിട്ടുള്ള അയാൾ ഇപ്പോഴും ആ സെല്ലിലുണ്ട്. അയാൾ പിന്നീട് എബനെ നോക്കി എബനെ കുറ്റപ്പെടുത്തി പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവർ നിങ്ങളെ കൊല്ലുമെന്ന്. എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കാർക്കും ഇത് സംഭവിക്കത്തില്ലായിരുന്നെന്ന് ആ സ്ട്രേഞ്ചർ എബനോട് പറയുകയാണ്. എന്നെ തുറന്നു വിടുകയാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു അന്ത്യം ഞാൻ തന്നെ കാണാമെന്ന് ആ സ്ട്രേഞ്ചർ എബനോട് പറഞ്ഞു. പക്ഷേ വിഷമത്തിലായിരിക്കുന്ന എബൻ തൻ്റെ തോക്കെടുത്ത് അയാളെ വെടിവെക്കാൻ വന്നപ്പോഴാണ് സ്റ്റെല്ല എബനെ തടഞ്ഞത്. അങ്ങനെ ബാരോ എന്ന ആ നഗരത്തിൽ വമ്പയറുകളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് നടന്നത്. വമ്പയറുകൾ എല്ലാവരും ആ നഗരത്തിൻ്റെ ഒത്തമതിയെ ഒരുമിച്ച് കൂടി. അവരുടെ തലവനായിട്ടുള്ള മാർലയാണ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്. ഓരോ മനുഷ്യരെ ആക്രമിച്ച് അവരുടെ രക്തം കുടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് മാർല കൂടെയുള്ളവരോട് പറഞ്ഞു. നമ്മൾ ആക്രമിക്കുന്ന മനുഷ്യരെ നമ്മൾ കൊന്നതിന് ശേഷം അവരുടെ തല നമ്മൾ വെട്ടിമാറ്റണം. ഇല്ലാത്ത പക്ഷം ആ മനുഷ്യരും നമ്മളെപ്പോലെ തന്നെ വമ്പയറുകളാകും. നമ്മൾ ഈ കൂട്ടത്തിലുള്ള ഒരാളിൽ നിന്ന് കൂടുതൽ ഒരാളെ നമ്മൾ കൂട്ടാൻ പാടില്ലെന്ന് മാർലോ അവരോട് പറഞ്ഞു. അതുമാത്രമല്ല ഈ നഗരത്തിൽ നമ്മൾ വന്ന സമയവും കൃത്യസമയമാണ്. 30 ദിവസമാണ് ഈ നഗരത്തിൽ സൂര്യപ്രകാശമില്ലാതെ ഇരുട്ട് തങ്ങി നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു ഇരുട്ട് വമ്പയറുകൾക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഇരുട്ടത്ത് മാത്രമേ ഈ വമ്പയറുകൾക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. പിന്നീട് അങ്ങോട്ട് വമ്പയറായിട്ടുള്ള മാർലയും അവൻ്റെ സംഘവും ആ നഗരത്തിലൊരു നരവേട്ട തന്നെ നടത്തി. മുൻപിൽ കണ്ട എല്ലാ മനുഷ്യരെയും അവർ കടിച്ചു കീറി. വീടുകളിൽ ഒളിച്ചു പാത്തിരുന്ന എല്ലാവരും തേടി പിടിച്ച് അവർ വലിച്ചിഴിച്ച് കടിച്ചു കീറി കൊന്നു. കുറേയേറെ ജനങ്ങൾ ആ നഗരത്തിലെ പബ്ലിക് റെസ്റ്റോറൻറ്റിലാണ് ഒളിച്ചിരുന്നത്. മറ്റു കുറേ പേർ അവരുടെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് വമ്പയറുകൾക്ക് നേരെ വെടിവെച്ചെങ്കിലും അതെല്ലാം പരാജയമായിരുന്നു. ഇതേ സമയം തന്നെ സ്റ്റെല്ലയും എബനും തൻ്റെ ഗ്രാൻഡ് മദറിനെയും തൻ്റെ സഹോദരൻ ജെയ്ക്കിനെയും തപ്പിക്കൊണ്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുകയാണ്. ജെയ്ക്ക് ജീവനോടെയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ എബൻ അവനെ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചു. പക്ഷേ തൻ്റെ ഗ്രാൻഡ് മദർ ഹെലൻ മരിച്ചുവെന്ന് ജെയ്ക്ക് പറഞ്ഞപ്പോഴാണ് എബൻ അറിഞ്ഞത്. ആ റെസ്റ്റോറൻറ്റിൽ ആ വമ്പയറുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കുറേയേറെ ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ്. അവരുടെ കൂടെയുള്ള കാർട്ടർ എന്നയാൾ തൊട്ടടുത്തുള്ള ഒരു ആറ്റിക്കിൽ നമുക്ക് ഒളിക്കാമെന്ന് എബനോട് പറഞ്ഞു. എന്നാൽ അത് പ്രായോഗികമായിരിക്കില്ലെന്ന് എബൻ അയാളോട് പറഞ്ഞു. അപ്പോഴാണ് അവരുടെ കൂടെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ അവരുടെ വീടിന് തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിൽ ഒളിച്ചു പാർക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആറ്റിക് ഉണ്ടെന്ന് അവരോട് പറഞ്ഞത്. ആവശ്യത്തിനേറെ വെള്ളവും ഫുഡുമൊക്കെ ആ ഒരു ആറ്റിക്കിലുണ്ടെന്ന് ആ സ്ത്രീ അവരോട് പറഞ്ഞു. എന്തായാലും ആ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് എബനും കൂട്ടരും തീരുമാനിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനേ കഴിയത്തില്ല. ആദ്യമേ തന്നെ ഈ വമ്പയറുകളെല്ലാം ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യണം. ആ ഒരു സമയം നോക്കി വേണം ആ ഒരു വീട്ടിലേക്ക് നമ്മൾ പോകാൻ. ആ വമ്പയറുകളെ പിന്തിരിപ്പിക്കുന്നതിനായിട്ട് സ്റ്റെല്ലയും എബനും കാറിൽ കയറി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരിറങ്ങിയ ആ ഒരു സമയം നോക്കി തന്നെ അവരുടെ പുറകെ ആ വമ്പയറുകൾ ഓടിച്ചെന്നു. ഈ ഒരു സമയം നോക്കി തന്നെ ബാക്കിയുണ്ടായിരുന്നവരെല്ലാം തൊട്ടടുത്തുള്ള ആ വീട്ടിലെ സ്പെഷ്യൽ റൂമിലേക്ക് മാറുകയാണ്. ആ വമ്പയറുകൾ എബൻ ഓടിച്ച ആ ഒരു കാറ് ആക്രമിക്കുകയാണ്. എബനും സ്റ്റെല്ലയും അവരുടെ പരമാവധി അതിനെ എതിർക്കാൻ നോക്കി. എബൻ അവൻ്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചിട്ടും ആ വമ്പയറുകൾ പിന്മാറിയില്ല.
അവസാനം വമ്പയറുകളുടെ തലവനായിട്ടുള്ള മാർലോ തന്നെ അവരുടെ ആ ഒരു കാറ് തലകുത്തനെ മറിച്ചിട്ടു. വീണ് കിടക്കുന്ന സ്റ്റെല്ലയും എബനെയും ആക്രമിക്കുന്നതിനായിട്ട് വമ്പയറുകൾ പിന്നെയും വന്നു. അപ്പോഴാണ് ആ നഗരത്തിൽ ബുൾഡോസർ ഓടിക്കുന്ന ബോയ് എന്ന ഒരു വർക്കർ അയാളുടെ ബുൾഡോസർ കൊണ്ട് ആ വമ്പയറുകളെ ഇടിച്ചു തകർത്തത്. വീണ് കിടന്ന കാറിൽ നിന്ന് രക്ഷപ്പെട്ട സ്റ്റെല്ലയും എബനും ഓടിത്തന്നെ ആ ഒരു ബുൾഡോസറിലേക്ക് കയറുകയാണ്. മുൻപിലുള്ള വമ്പയറുകളെല്ലാം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ബോ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ആറ്റിക്കുള്ള ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ആറ്റിക് എന്ന് പറയുന്നത് തണുപ്പ് കാലത്ത് വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മുറിയാണ്. ആവശ്യത്തിലേറെ വെള്ളവും ഭക്ഷണവും കരുതി വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ മുറി, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റാണ് ആറ്റിക്. അങ്ങനെ എബനും ബോയും സ്റ്റെല്ലിയും ആ ഒരു വീടിൻ്റെ ആറ്റിക്കിലേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ ആ മുറിയിൽ രക്ഷപ്പെട്ടു വന്ന കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള 30 ദിവസങ്ങളിൽ അവർ ഈ മുറിയിൽ തന്നെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വമ്പയറുകൾക്ക് അവരുടെ നിലനിൽപ്പ് ഈ ഒരു 30 ദിവസം മാത്രമേ ഉള്ളൂ. വെളിച്ചം വന്നാൽ അവർ അന്നേരം തന്നെ നശിക്കുമെന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ഈ സമയത്ത് മാർലോയും അവൻ്റെ കൂട്ടരും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. വമ്പയറിൻ്റെ തലവനായിട്ടുള്ള മാർലോയുടെ കാമുകിയാണ് ഐറിസ്. അവർ രണ്ടുപേരും ആ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നത് അവിടെയുള്ള ആ ഒരു സ്ട്രേഞ്ചറുമായിട്ട് സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വമ്പയറുകൾക്ക് ഈ നാട്ടിലേക്ക് വരാനുള്ള വഴി ഒരുക്കി കൊടുത്തത് ഈ സ്ട്രേഞ്ചർ തന്നെയായിരുന്നു. പക്ഷേ അയാൾ പ്രത്യുപകാരമായിട്ട് അവരോട് ചോദിച്ചത് തന്നെയും അവരുടെ കൂട്ടത്തിൽ പെടുത്തണമെന്നും തന്നെയും അവരെ പോലെ തന്നെ ഒരു വമ്പയർ ആക്കണമെന്നുമായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ സ്ട്രേഞ്ചർ ഈ വമ്പയറുകൾക്ക് ഈ നഗരത്തിലേക്കുള്ള വഴി ആദ്യമേ തന്നെ കാണിച്ചു കൊടുത്തത്. ഈ കഥയുടെ ആദ്യമേ തന്നെ ഒരു കപ്പലും ഒരു ബോട്ടും ബാരോ എന്ന ഈ നഗരത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടായിരുന്നു. വമ്പയറുകളുടെ ഒരു കൂട്ടമായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അവരെ ഇവിടേക്ക് നയിച്ചുകൊണ്ട് വന്നത് ഈ ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു. പക്ഷേ അയാളെ വമ്പയർ ആക്കാമെന്ന് പറഞ്ഞ മാർലോ അയാളെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ കൊന്നുകളയുകയായിരുന്നു. അങ്ങനെ 6 ദിവസത്തോളം സ്റ്റെല്ലയും എബനും ബാക്കിയുള്ളവരുമെല്ലാം ആ വീട്ടിലെ ആ ഒരു ചെറിയ മുറിയിൽ സർവൈവ് ചെയ്തു. ഇതിനിടയിൽ വിൽസൺ എന്ന ആ വർക്കറിൻ്റെ അച്ഛനായിട്ടുള്ള ഐസക്ക് ആ മുറിയിൽ കിടന്ന് ആവശ്യമില്ലാതെ ഒച്ച വെക്കുകയായിരുന്നു. മരിച്ചുപോയ തൻ്റെ ഭാര്യയെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാണ് ആ പ്രായമായ മനുഷ്യൻ ഒച്ച വെച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയം സ്റ്റെല്ല ആ മുറിയിലെ ചെറിയ പൊത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വമ്പയറുകൾ അവരുടെ വീടിന് തൊട്ടടുത്തെത്തിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം ആ വമ്പയറുകൾ പരിശോധന നടത്തുകയാണ്. അവിടെ ജീവനോടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ വമ്പയറുകൾ വലിച്ചു കീറിക്കൊന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ മുറിയിലുണ്ടായിരുന്ന കുറച്ചു പേർക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് എബനോടും സ്റ്റെല്ലയോടും പറഞ്ഞത്. ഇവിടെ നമ്മളിനിയും അധികം നേരം നിൽക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. വെളിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗം നമുക്ക് തേടി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇയാൾ പറഞ്ഞ ഈ ഒരു വാക്കുകൾ ബാക്കിയുള്ള എല്ലാവരും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കം തന്നെയായി. അപ്പോഴാണ് എബൻ മറ്റൊരു കാര്യം അവരോടെല്ലാവരോടുമായിട്ട് പറഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനവും വെള്ളവും എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ആ ഒരു സ്റ്റോറിൽ പോയി നമ്മളിൽ കുറച്ച് പേർ ഭക്ഷണ സാധനം എടുത്തുകൊണ്ട് വരേണ്ടി വരും. പക്ഷേ വമ്പയറുകൾ പുറത്തുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് പുറത്ത് നല്ല മഞ്ഞുവീഴ്ചയുള്ള സമയം നോക്കി വേണം നമ്മളിൽ കുറച്ച് പേർ വെളിയിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ അവരെ മുറിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമായിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്തുകൂടെ ക്രിസ്ത്യൻ എന്നൊരു സ്ത്രീ സഹായം ചോദിച്ചുകൊണ്ട് നടക്കുന്നത് എബൻ ശ്രദ്ധിച്ചത്. അവൾ സഹായം ചോദിച്ച് പുറത്തുകൂടെ നടക്കുന്നത് എബനും കൂടെയുള്ളവർ കണ്ടെങ്കിലും എബന് അത് വമ്പയറുകളുടെ തന്ത്രമാണെന്ന് മനസ്സിലായി. അവളെ ഒരു ഇരയായിട്ട് നമ്മുടെ മുൻപിലിട്ട് നമ്മളെ കൊടുക്കാനാണ് വമ്പയറുകളുടെ തന്ത്രം. പക്ഷേ എബൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് എബനോട് പറഞ്ഞു. ഇതേ സമയത്താണ് മറ്റൊരു വീടിൻ്റെ അടിയിൽ നിന്ന് ജോൺ എന്ന ആ മനുഷ്യൻ ക്രിസ്ത്യൻ സഹായം ചോദിച്ച് നടന്നു വരുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ സമയത്ത് തന്നെ ക്രിസ്ത്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി എബൻ വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു. കുറച്ച് അകലെയുള്ള ജോൺ ക്രിസ്ത്യനെ രക്ഷിക്കാനായിട്ട് ജോൺ ചാടി ഇറങ്ങുമെന്ന് മനസ്സിലാക്കിയ എബൻ മറ്റൊരു കാര്യമാണ് കണ്ടത്. ക്രിസ്ത്യന് നേരെ ബാക്കിയുള്ള വമ്പയറുകൾ ചാടി വീണ് അവളെ ആക്രമിക്കുകയാണ്. വമ്പയറുകൾ ഡിസ്ട്രാക്റ്റ് ആയ ഒരു സമയം നോക്കി എബൻ ജോണിൻ്റെ അടുത്ത് നിന്ന് അവനെ വലിച്ചിറക്കി അവനെ രക്ഷിക്കാൻ തുടങ്ങി. അവനെയും വലിച്ചിറക്കി കഴിഞ്ഞപ്പോഴാണ് എബന് കാര്യം മനസ്സിലായത്. ജോണും ഒരു വമ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വമ്പയറായി മാറിയ ജോൺ എബനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എബൻ ജോണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജോൺ ഒരു വമ്പയറായി മാറിയതുകൊണ്ട് അവൻ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലിൻ്റെ വള്ളിയിൽ എബൻ ജോണിനെ കുരുക്കിയിടുകയാണ്. എബന് അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കോടാലി ഉപയോഗിച്ച് ജോണിനെ അവിടെ വെച്ച് തന്നെ എബൻ വെട്ടിക്കൊല്ലുകയാണ്. എബന് ജോണിനെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവും മുൻപിലില്ലായിരുന്നു. എബൻ അവൻ്റെ ജീവനം കൊണ്ട് തിരികെ വീട്ടിലേക്ക് ഓടിക്കയറി. പുറത്ത് നല്ല മഞ്ഞുവീഴ്ച ആയതുകൊണ്ടും ആ ഒരു തണുപ്പ് കൊണ്ട് എബൻ തിരികെ കയറിയതുകൊണ്ടും അവന് നല്ല രീതിയിൽ ശ്വാസം മുട്ടലുണ്ടായിരുന്നു.
ഇതേ സമയം പുറത്ത് മാർലോയും അവൻ്റെ സംഘവും കൊല്ലപ്പെട്ട് കിടക്കുന്ന ജോണിനെ കണ്ടുപിടിക്കുകയാണ്. ജോണിനെ ഇവിടെ ഇങ്ങനെ കണ്ടതുകൊണ്ട് മാർലോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. തൊട്ടടുത്തുള്ള വീടുകളിൽ ആരൊക്കെയോ ജീവനോടെ ഉണ്ടെന്ന്. അങ്ങനെ കുറേ നേരങ്ങൾ കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങിയ ആ ഒരു സമയത്ത് സ്റ്റെല്ലയാണ് പുറത്തെ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് സെക്യൂരിറ്റി പോലെ അവിടെ ഉണർന്നിരുന്നത്. ഈ ഒരു സമയം മുതലാക്കി സ്റ്റെല്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി പ്രായമായ ഐസക് എന്ന മനുഷ്യൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ശബ്ദം കേട്ട് വിൽസണും സ്റ്റെല്ലയും ഓടി ഐസക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ ഐസക്കിന് എങ്ങനെയും വെളിയിൽ പോകണമെന്നുള്ള നിർബന്ധമായിരുന്നു. തൻ്റെ ഭാര്യ വെളിയിലുണ്ടെന്നും അവളെ എങ്ങനെയും രക്ഷിക്കണമെന്ന് ഐസക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾക്ക് മാനസികമായിട്ട് ചില കുഴപ്പങ്ങളുള്ളതുകൊണ്ട് ഇപ്പോഴും തൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. അവസാനം അയാളെ ശാന്തനാക്കിയതിനു ശേഷം അയാൾക്ക് ടോയ്ലറ്റിൽ നിന്ന് പോകണമെന്ന് അയാൾ പറഞ്ഞു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ടോയ്ലറ്റിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം അവർ കേട്ടത്. ലോക്ക് ചെയ്ത ബാത്റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിൽസണും സ്റ്റെല്ലയ്ക്കും അതിന് സാധിച്ചില്ല. അവസാനം ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ അവർ കണ്ടത് ബാത്റൂമിൻ്റെ ജനൽ തകർത്ത് ഐസക് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നതാണ്. തൻ്റെ അച്ഛൻ ഐസക്കിനെ രക്ഷിക്കാനായിട്ട് വിൽസണും മടി കൂടാതെ തന്നെ ആ ജനലിലൂടെ എടുത്തു ചാടി. സ്റ്റെല്ല അയാളെ തടയാൻ ശ്രമിച്ചപ്പോഴും സ്റ്റെല്ലയ്ക്കും അതിന് സാധിച്ചില്ല. താഴത്തെ മുറിയിൽ നിന്ന് സ്റ്റെല്ലയുടെ ശബ്ദം കേട്ടാണ് എബൻ ഓടി അവളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ മാത്രമാണ് എബനും അറിയുന്നത് വിൽസണും അവൻ്റെ അച്ഛൻ ഐസക്കും വെളിയിലേക്ക് ഇറങ്ങിപ്പോയെന്ന്. അവരിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എബനും സ്റ്റെല്ലയും ആ ബാത്റൂമിൻ്റെ അടുത്തിരുന്നപ്പോഴാണ് ഫ്രണ്ടിലെ തുറന്ന വാതിലിലൂടെ മാർലോ എന്ന ആ വമ്പയർ അവരുടെ വീടിനുള്ളിലേക്ക് കയറി വന്നത്. ഇത് മനസ്സിലാക്കിയ എബനും സ്റ്റെല്ലയും ബാത്റൂമിൻ്റെ വാതിലിന് പുറകെ ഒളിച്ചിരുന്നു. മാർലോ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കാൻ വന്നപ്പോഴാണ് പുറത്തുനിന്ന് വിൽസൺ അവൻ്റെ അച്ഛനെ തേടുന്ന ശബ്ദം മാർലോ കേട്ടത്. മാർലോ ബാത്റൂമിൻ്റെ ആ വാതിൽ തുറക്കാതെ നേരെ വീടിന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. പുറത്തിറങ്ങി മാർലോ ഉടൻ തന്നെ വിൽസണെയും ആക്രമിച്ച് അവനെയും അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയാണ്. വിൽസൺ കൊല്ലപ്പെടുന്നത് എബനും സ്റ്റെല്ലയും അകത്തിരുന്നതിനെ കണ്ടു. അവർ ഈ സമയത്ത് തന്നെ മുകളിലേക്കുള്ള ആറ്റിക്കിലേക്ക് അവർ ഓടിക്കയറുകയാണ്. വിൽസണെ ഒറ്റയ്ക്ക് വിട്ടതിലും അവനെ രക്ഷിക്കാൻ കഴിയാത്തതിലും എബന് നല്ല സങ്കടമുണ്ട്. അപ്പോഴാണ് റൂഫിന് മുകളിൽ വലിയൊരു ശബ്ദം എബൻ കേട്ടത്. റൂഫിന് മുകളിൽ എന്തോ വെച്ച് അടിക്കുന്ന പോലത്തെ ശബ്ദമായിരുന്നു അത്. എബൻ വെളിയിലേക്ക് നോക്കിയപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. പുറത്ത് വലിയ മഞ്ഞുവീഴ്ചയാണ്. ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ പുറത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ ശബ്ദം കേട്ടത്. ഇതുതന്നെയാണ് പറ്റിയ സമയം. വമ്പയറുകൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് അതിലൂടെ നടന്നു കഴിഞ്ഞാൽ വമ്പയറുകൾ ആരും തന്നെ അവർ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ആ മുറിയിൽ നിന്ന് അവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് പെയ്യുന്ന മഞ്ഞ് ഒരു മറയാക്കിക്കൊണ്ട് തന്നെ വമ്പയറുകളുടെ കണ്ണിൽ പെടാതെ അവർ തൊട്ടടുത്ത സ്റ്റോറിലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് അവർക്ക് ആവശ്യമായ ഭക്ഷണവും സാധനവും അവർ പെറുക്കിയെടുത്തു. അപ്പോഴാണ് ആ സ്റ്റോറിൽ നിന്ന് മറ്റൊരു ശബ്ദം അവർ കേട്ടത്. ആ ശബ്ദം തേടി അവർ ആ സ്റ്റോറിൻ്റെ ഒരറ്റത്ത് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരു ചെറിയ പെൺകുട്ടി മരിച്ചുപോയ ഒരാളുടെ ശരീരം ഭക്ഷിക്കുന്നതാണ്. ആ പെൺകുട്ടിയും വമ്പയറിൻ്റെ കൂട്ടത്തിൽപ്പെടുന്ന വമ്പയറായി മാറിയ ഒരു പെൺകുട്ടിയായിരുന്നു. അതിനെ കൊല്ലാനായിട്ട് എബൻ കോടാലിയുമായിട്ട് വന്നപ്പോഴേക്കും ആ പെൺകുട്ടിയെ അവിടെ കാണുന്നില്ല. എബൻ ആ സ്റ്റോറിലെ മറ്റു ഭാഗങ്ങളിലെല്ലാം ആ പെൺകുട്ടിക്കായിട്ട് തിരഞ്ഞു. അപ്പോഴാണ് ഒളിഞ്ഞിരുന്ന ആ പെൺകുട്ടി എബൻ്റെ നേരെ ചാടി വീണത്. എബൻ്റെ കയ്യിൽ നിന്ന് ആ കോടാലിയും തെറിച്ചുപോയി. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവൻ്റെ ദേഹത്ത് നിന്ന് ആ പെൺകുട്ടിയെ പിടിച്ചു മാറ്റി ഒരു ഭിത്തിയോട് ചേർത്ത് വെക്കുകയാണ്. എബൻ്റെ അനിയൻ ജെയ്ക്ക് താഴെ കിടക്കുന്ന കോടാലി എടുത്തുകൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊല്ലുകയാണ്. ആ പെൺകുട്ടി ഒരു വമ്പയർ ആയിരുന്നെങ്കിലും അതിനെ കൊന്നതിലുള്ള നിരാശയാണ് ജേക്കിനിപ്പോൾ. അങ്ങനെ ആ സ്റ്റോറിൽ നിന്ന് അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് അവർ വെളിയിലേക്ക് ഇറങ്ങാൻ നോക്കി നിൽക്കുകയാണ്. പക്ഷേ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പുറത്തുണ്ടായിരുന്ന ആ മഞ്ഞ് വീഴ്ച നിന്നുപോയത് അവർ ശ്രദ്ധിച്ചത്. ഇനി നമ്മൾ ഇപ്പോൾ വെളിയിലിറങ്ങിയാൽ ഉറപ്പായിട്ടും വമ്പയറുകൾ നമ്മളെ കാണുകയും നമ്മളെ ആക്രമിക്കുകയും ചെയ്യും. അവർക്ക് മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അടുത്ത മഞ്ഞുവീഴ്ചയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. അങ്ങനെ ആ സ്റ്റോറിൽ തന്നെ ആ ദിവസം അവർ തങ്ങി. അങ്ങനെ 18ാമത്തെ ദിവസമായിരിക്കുകയാണ്. ഇപ്പോഴും പുറത്ത് മഞ്ഞുവീഴ്ചയൊന്നും വന്നിട്ടില്ല. ഇനിയും നമ്മൾ ഈ സ്റ്റോറിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ വമ്പയറുകൾ നമ്മുടെ സ്ഥലം മനസ്സിലാക്കി ഉറപ്പായിട്ടും വന്ന് നമ്മളെ ആക്രമിക്കും. അതുകൊണ്ട് ഇവിടെ നിന്നിറങ്ങി നമുക്ക് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് എബൻ അവരോട് പറഞ്ഞു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യമേ നമ്മൾ ആ വമ്പയറുകളെ ഡിസ്ട്രാക്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അവരെല്ലാവരും മറ്റൊരു സത്യം മനസ്സിലാക്കി. വമ്പയറുകൾ ഇവിടെ വരാൻ കാരണമായത് ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന സ്ട്രേഞ്ചറാണ്. അയാളുടെ സഹായത്തോടെ സെൽ ടവറിലെ കമ്മ്യൂണിക്കേഷൻ കട്ടാക്കി. ഇനി ഇവരെ തടയണമെങ്കിൽ മറ്റൊരു മാർഗം നമുക്കുള്ളത്
എൻ്റെ ഗ്രാൻഡ് മദർ ഹെലൻ്റെ വീട്ടിൽ UV ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്തോടെ നമുക്ക് ഇതിനെ എതിർത്ത് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ UV ലൈറ്റ്സ് എടുക്കാനായിട്ട് പോകാം. ബാക്കിയുള്ളവരെല്ലാവരും തൊട്ടടുത്ത ആ പോലീസ് സ്റ്റേഷനിലേക്ക് മാറിപ്പോകണം. അങ്ങനെ എബൻ ആ വമ്പയറുകളെ ഡിസ്ട്രാക്ട് ചെയ്ത് ഹെലൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് സുരക്ഷിതരായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവരിങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് ഒരു വമ്പയർ അവരെ ആക്രമിക്കാനിടയായത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഒരു വമ്പയർ കൊന്നുകളയുക വരെ ചെയ്തു. ആ സ്ത്രീയെ ഉപേക്ഷിച്ചു പോകാനല്ലാതെ അവരുടെ മുൻപിൽ മറ്റു മാർഗമില്ലായിരുന്നു. അവരങ്ങനെ സുരക്ഷിതരായിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇതേ സമയത്ത് തന്നെ എബൻ എങ്ങനെയൊക്കെയോ ഹെലൻ്റെ വീട്ടിൽ കയറി ആ UV ലൈറ്റ്സ് എടുക്കുകയാണ്. എബൻ നിൽക്കുന്ന ആ വീടിന് ചുറ്റും മാർലോയും അവൻ്റെ വമ്പയറുകളും വളഞ്ഞിരിക്കുകയാണ്. വീടിനകത്ത് എബനുള്ള കാര്യം വമ്പയറുകൾക്കറിയാം. ഐറിസ് എന്ന ആ വമ്പയർ അകത്ത് കയറി എബനെ പിടിച്ചുകൊണ്ടുവരാമെന്ന് മാർലോയോട് പറഞ്ഞു. ഐറിസ് അകത്ത് കയറിയതേ എബൻ അവൻ്റെ കയ്യിലുള്ള UV ലൈറ്റ്സ് ഓണാക്കി. UV ലൈറ്റ്സിൻ്റെ ആ ഒരു വെട്ടം നേരെ ഐറിസിൻ്റെ ദേഹത്തിരിച്ച് ഐറിസ് എന്ന ആ ഒരു വമ്പയറിന് സാരമായിട്ട് പരിക്കേറ്റു. ദേഹത്ത് വലിയൊരു പൊള്ളലോടുകൂടി തന്നെ അവൾ പുറത്തുള്ള സ്നോയിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളലേറ്റ ഐറിസിനെ മാർലോ അവൻ്റെ കയ്യിൽ താങ്ങിപ്പിടിച്ചു. ഐറിസ് എന്ന മാർലോയുടെ ആ ഒരു കാമുകിയായിട്ടുള്ള വമ്പയർ മരണവേദന അനുഭവിക്കുന്നത് കണ്ടിട്ട് മാർലോയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാർലോ തന്നെ ഐറിസിനെ കൊന്നുകളയുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് മറ്റു വമ്പയറുകൾ ആ വീട്ടിലെ ജനറേറ്റർ ഓഫാക്കിയത്. അതോടുകൂടി തന്നെ ആ UV ലൈറ്റ്സും ഓഫായിപ്പോയി. എവന് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് പുറത്തെ വാതിലിലൂടെ അവൻ ഇറങ്ങി രക്ഷപ്പെടുകയാണ്. പോലീസ് സ്റ്റേഷനിലുള്ള ബാക്കിയുള്ള എല്ലാവരോടും സുരക്ഷിതരായിരിക്കാൻ എബൻ വോക്കി ടോക്കിയിലൂടെ അവരോട് പറഞ്ഞു. എബൻ്റെ തൊട്ടുപിറകെ വമ്പയറുകൾ വരുന്നുണ്ടെന്ന് എബൻ അവരോട് പറഞ്ഞപ്പോൾ ബോയ് എന്ന അവിടെ ഉണ്ടായിരുന്ന ട്രക്ക് ഡ്രൈവർ റേഞ്ചേഴ്സ് അവന്യൂവിലേക്ക് ഓടി വരാൻ പറഞ്ഞു. എബൻ അങ്ങനെ ഓടുന്നതിൻ്റെ തൊട്ടുപുറകെ തന്നെ വമ്പയറുകൾ പിടിക്കാനായിട്ട് അവൻ്റെ പുറകെ വരുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ബോ ഒരു JCB ഓടിച്ചുകൊണ്ട് തൊട്ടുപുറകിലുണ്ടായിരുന്ന വമ്പയറുകളെ ഇടിച്ചു തെറിപ്പിച്ചത്. പക്ഷേ കുറേയേറെ വമ്പയറുകൾ അവൻ്റെ JCBക്ക് നേരെ ചാടി വീഴാൻ തുടങ്ങിയപ്പോൾ ബോ അവൻ്റെ കയ്യിലുള്ള റൈഫിൽ ഉപയോഗിച്ച് അതിനെയൊക്കെ വെടിവെച്ചു കൊന്നു. പിന്നീടും വമ്പയറുകൾ അവൻ്റെ വണ്ടിയുടെ മുൻപിലേക്ക് ചാടി വീഴുന്നത് കണ്ട് അവൻ പെട്ടെന്ന് തന്നെ വണ്ടി മറ്റൊരു വീട്ടിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഇടിച്ചു കയറിയ ആ JCBയിൽ വെച്ച് തന്നെ ബോ അവൻ്റെ കയ്യിലുള്ള കുറേയേറെ ബോംബുകൾ കത്തിക്കുകയായിരുന്നു. തനിക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വമ്പയറുകളുടെ കൂടെ തന്നെ കത്തിയിരിക്കുകയാണ്. ബോ മരണപ്പെടുന്നത് എബൻ അവൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ കാണുകയാണ്. ആ ഒരു വലിയ പൊട്ടിത്തെറിയിൽ ബോയ്ക്ക് ചെറിയ പൊള്ളൽ മാത്രമേ വന്നിട്ടുള്ളൂ. പകുതി ജീവനോട് കൂടെ ബോ വെളിയിലേക്ക് വന്നപ്പോഴേക്കും മാർലോയും അവൻ്റെ കൂട്ടരും ബോനെ അവിടെ വെച്ച് തന്നെ ചവിട്ടി കൊല്ലുകയാണ്. എബൻ അങ്ങനെ വമ്പയറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി കയറുകയാണ്. തിരികെ വന്ന അവൻ സ്റ്റെല്ലയെ കണ്ടപ്പോൾ അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അപ്പോഴായിരുന്നു അവരുടെ കൂടെയുള്ള കാർട്ടർ എന്ന മറ്റൊരാൾ ഒരു സത്യം വെളിപ്പെടുത്തിയത്. സ്റ്റോറിൽ വെച്ച് ആക്രമിച്ച ആ വമ്പയറായിട്ടുള്ള പെൺകുട്ടി തന്നെ കടിച്ചിരുന്നു. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഞാനും വമ്പയർ ആകുമെന്ന് കാർട്ടർ അവരോട് പറഞ്ഞു. കാർട്ടറിന് അവൻ്റെ ഫാമിലിയെ പണ്ടൊരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു. ഇനി മുൻപോട്ട് ജീവിക്കാനാണെങ്കിലും ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് കാർട്ടർ ഒന്ന് ആലോചിച്ചു. ഞാൻ ഇനിയും കൂടുതൽ നേരം നിങ്ങളുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ നിലനിൽപ്പിനെയും അത് ബാധിക്കുമെന്ന് കാർട്ടർ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനൊരു വമ്പയർ ആകുന്നതിന് മുൻപ് തന്നെ എന്നെ വധിക്കണമെന്ന് കാർട്ടർ എബനോട് പറഞ്ഞു. എബന് മനസ്സിലാ മനസ്സോടെ കാർട്ടറിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ കൊന്നുകളയുകയാണ്. കാർട്ടർ മരണപ്പെടുന്നത് ആ മുറിക്ക് വെളിയിൽ നിന്ന് അവരെല്ലാവരും സങ്കടത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ അതിജീവനത്തിൻ്റെ 27ാമത്തെ ദിവസമായിരിക്കുകയാണ്. എബനും സ്റ്റെല്ലയും തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് അവിടുത്തെ മുറിയിൽ നിന്ന് ഒരു വെളിച്ചം കണ്ടു. അതെന്തായിരിക്കുമെന്ന് പരിശോധിക്കുന്നതിനായിട്ട് അവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എബൻ കാണുന്നത് തൻ്റെ സുഹൃത്ത് ബില്ലി ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നതാണ്. വമ്പയറുകൾ വന്ന് ആക്രമിച്ചതുകൊണ്ട് ബില്ലിയുടെ ഫാമിലിയിലുള്ള ബാക്കിയുള്ള എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. ബില്ലി മാത്രമായിരുന്നു ആ വമ്പയറുകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. തൻ്റെ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച ബില്ലി സ്വയം വെടിവെക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവൻ്റെ തോക്ക് ജാമായി പോയതുകൊണ്ട് അവൻ അതിനും സാധിച്ചില്ല. അവസാനം എബനും സ്റ്റെല്ലയും ബില്ലിയെ രക്ഷിച്ചുകൊണ്ട് അവരുടെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയാണ്. അവിടെ കയറി ചെന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരെയും തന്നെ ഇപ്പോൾ കാണുന്നില്ല. പുറത്ത് നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തൊട്ടടുത്തുള്ള മെക്കാനിക് ഷോപ്പിലേക്ക് മാറിപ്പോയതായിരിക്കുമെന്ന് എബൻ വിചാരിച്ചു. അങ്ങനെ എബനും സ്റ്റെല്ലയും ബില്ലിയും കൂട്ടിക്കൊണ്ട് ആ മെക്കാനിക് ഷോപ്പിലേക്ക് പോവുകയാണ്. നടന്നു പോകുന്ന വഴിയാണ് അവർ പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. അവർ ഉടൻ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വീടിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്.
അപ്പോഴാണ് ഗെയിൽ എന്ന പെൺകുട്ടി അതുവഴി നടന്നു വരുന്നത് സ്റ്റെല്ല ശ്രദ്ധിച്ചത്. സ്റ്റെല്ല ഗെയിലിനെയും രക്ഷിച്ചുകൊണ്ട് ആ വീടിനടിയിലേക്ക് ഒളിക്കുകയാണ്. അപ്പോഴാണ് ഒരു വമ്പയർ ആ സ്ട്രീറ്റിലൂടെ നടന്നു വരുന്നത് അവരെല്ലാം കണ്ടത്. ആ നടന്നു വരുന്ന വമ്പയറിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി എബൻ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് മെക്കാനിക് ഷോപ്പിലേക്ക് പോകാനായിട്ട് എബൻ ബില്ലിയോടും സ്റ്റെല്ലയോടും ഗെയിലിനോടും പറഞ്ഞു. പക്ഷേ ബില്ലി ആ പെൺകുട്ടികളുടെ കൂടെ പോകുന്നതിന് പകരം മറ്റൊരു ദിശയിലേക്കാണ് നടന്നു നീങ്ങിയത്. അവൻ്റെ ഉള്ളിൽ നല്ല ഭയമുള്ളത് കൊണ്ടാണ് അവൻ മറ്റൊരു ദിശയിലേക്ക് നടന്നു പോയത്. ഇത് മറ്റു ചില വമ്പയറുകൾ കാണുന്നുണ്ടായിരുന്നു. എബൻ എങ്ങനെ ആ ഒരു വമ്പയറിനെയും ഡിസ്ട്രാക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ആ മെക്കാനിക് ഷോപ്പിലേക്ക് തിരികെ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് എബന് മനസ്സിലായത് സ്റ്റെല്ലയും ഗെയിലും അവിടെ എത്തിയിട്ടില്ലെന്ന്. എന്നാൽ ഇതേ സമയം വമ്പയറുകളുടെ തലവനായിട്ടുള്ള മാർലോ അവൻ്റെ കൂട്ടരോട് ഒരു കാര്യം പറയുകയാണ്. ഈ നാട്ടിൽ ജീവനോടെയുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ കൊന്നുകളയണം. ഇവർ ഈ നാടിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ബാക്കിയുള്ള ജനങ്ങളെല്ലാം അറിയും. വമ്പയറുകൾ വെറും കെട്ടുകഥയാണെന്ന് പറഞ്ഞു നടന്ന ജനങ്ങൾ അതെല്ലാം വിശ്വസിക്കും. അതുകൊണ്ട് ജീവനോടെ ഇവർ വെളിയിൽ പോയാൽ അത് നമുക്കെല്ലാവർക്കും ഭീഷണിയാണെന്ന് മാർലോ അവരോടെല്ലാം പറഞ്ഞു. ഇതേ സമയം ബില്ലി എങ്ങനെയൊക്കെയോ നടന്ന് ആ മെക്കാനിക് ഷോപ്പിലേക്ക് എത്തുകയാണ്. പക്ഷേ ഒരു വമ്പയർ ബില്ലി ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതറിയാതെയായിരുന്നു ബില്ലി മെക്കാനിക് ഷോപ്പിലേക്ക് കയറിയത്. അവൻ അവിടേക്ക് കയറിയ ഉടനെ തന്നെ പുറകെ വന്ന ആ ഒരു വമ്പയർ ബില്ലിയെ ആക്രമിക്കുകയാണ്. ചാടി വീണ വമ്പയർ ബില്ലിയെ കടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് മെക്കാനിക് ഷോപ്പിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങി വന്നത്. അവർ അവരുടെ പരമാവധി വമ്പയറിൽ നിന്ന് ബില്ലിയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. എബൻ ഓടി വന്ന് ആ വമ്പയറിനെ ഇടിച്ചു മാറ്റുകയാണ്. പക്ഷേ ആ വമ്പയറിന് എബനേക്കാളും ശക്തിയുള്ളതുകൊണ്ട് എബനെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഗ്രൈൻഡറിലേക്ക് തള്ളിയിടാൻ ആ വമ്പയർ ശ്രമിച്ചു. എന്നാൽ വമ്പയറിൻ്റെ കടിയേറ്റ ബില്ലി ഓടി വന്ന് എബനെ സഹായിക്കുകയാണ്. എന്നിട്ട് ആ വമ്പയറിനെ ആ ഗ്രൈൻഡിങ് മെഷീനിലേക്കും അവർ തള്ളിയിട്ടു. ഈ സമയം കൊണ്ട് തന്നെ ബില്ലി ഒരു വമ്പയർ ആകാൻ പോവുകയാണെന്ന് എബന് മനസ്സിലായി. എബന് മറ്റു വഴിയില്ലാത്തത് കൊണ്ട് തൻ്റെ ഉറ്റ സുഹൃത്തിനെ തന്നെ എബൻ അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊല്ലുകയാണ്. ഇപ്പോൾ അതിജീവനത്തിൻ്റെ 30ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. അവിടെ കഴിയുന്നവരെല്ലാം ഇപ്പോൾ സന്തോഷത്തിലാണ്. കാരണം 30 ദിവസത്തെ അന്ധകാരമാണ് ഇനി മണിക്കൂറുകൾ കൊണ്ട് ഇല്ലാതാകുന്നത്. അതായത് തൊട്ടടുത്ത ദിവസം തന്നെ സൂര്യൻ ഉദിക്കും. അങ്ങനെയിരിക്കെയാണ് സ്റ്റെല്ല വോക്കി ടോക്കിയിലൂടെ എബനെ കോൺടാക്ട് ചെയ്യുന്നത്. സ്റ്റെല്ലയും ഗെയിലും സുരക്ഷിതരാണെന്നും അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു വണ്ടിയുടെ കീഴെ ഒളിച്ചിരിക്കുകയാണെന്നും അവർ എബനോട് പറഞ്ഞു. എബൻ ജനലിലൂടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ അവർ രണ്ടുപേരും വണ്ടിയുടെ അടിയിൽ സുരക്ഷിതരായിട്ടിരിക്കുന്നത് എബൻ കണ്ടു. എന്നാൽ അധികം വൈകാതെ വമ്പയറുകൾ ആ ഭാഗത്തേക്ക് നടന്നു വരാൻ തുടങ്ങിയിരുന്നു. ഇനി ഒരു രാത്രി കൂടെ വെയിറ്റ് ചെയ്താൽ തൊട്ടടുത്ത ദിവസം സൂര്യപ്രകാശം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഗെയിലും സ്റ്റെല്ലയും. പക്ഷേ വമ്പയറായിട്ടുള്ള മാർലയും അവൻ്റെ സംഘവും ഈ നാടിനെ തന്നെ കത്തിച്ചില്ലാതാക്കാനുള്ള പദ്ധതിയിലായിരുന്നു. അവിടെയുള്ള വണ്ടികളിലും വീടുകളിലുമെല്ലാം ഓയിലും ഫ്യുവലും ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആ വമ്പയറുകൾ. എന്നാൽ വണ്ടിക്കടിയിൽ കിടക്കുന്ന ഗെയിലിനും സ്റ്റെല്ലയ്ക്കും വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. വെളിയിലിറങ്ങിയാൽ ആ വമ്പയറുകൾ അവരെ കടിച്ചു കീറുകൊല്ലും. പക്ഷേ വണ്ടിക്കടിയിലാണ് അവർ കിടക്കുന്നതെങ്കിൽ വമ്പയറുകൾ കത്തിച്ച ആ ഒരു തീയിൽ കത്തിയിരിങ്ങി അവർ ചാകേണ്ടി വരും. എബൻ ഇതെല്ലാം ഒരു ജനലിനപ്പുറം നിന്ന് കാണുന്നുണ്ടായിരുന്നു. വമ്പയറിനെതിരെ പോരാടണമെങ്കിൽ മനുഷ്യശക്തി കൊണ്ട് നമുക്ക് സാധിക്കത്തില്ലെന്ന് എബന് മനസ്സിലായി. അതുകൊണ്ട് ഒരു വമ്പയറായി മാറാൻ തന്നെ എബൻ തീരുമാനിക്കുകയാണ്. ഒരു സിറിഞ്ചെടുത്ത് മരണപ്പെട്ട് കിടക്കുന്ന ബില്ലിയുടെ ശരീരത്തിൽ നിന്ന് രക്തം വലിച്ചെടുക്കുകയാണ് എബൻ. അതിനുശേഷം ആ ഒരു രക്തം സ്വന്തം ശരീരത്തിൽ അവൻ കുത്തിയിറക്കി. എബൻ അധികം വൈകാതെ തന്നെ ഒരു വമ്പയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളവർ എബനെയും കൊല്ലണോ എന്ന ആശങ്കയിലാണ്. കാരണം അവനൊരു വമ്പയറായി മാറിയാൽ നമുക്കെല്ലാവർക്കും ഭീഷണിയാണെന്ന് അവർ വിചാരിച്ചു. പക്ഷേ എബൻ്റെ സഹോദരൻ ജെയ്ക്ക് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എബൻ അവസാനമായിട്ട് ജെയ്ക്കിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എബൻ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. വെളിയിലിറങ്ങി എബൻ മാർലോയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. മാർലോയുമായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു ഫൈറ്റിന് എബൻ ചലഞ്ച് ചെയ്തു. ഫൈറ്റ് തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ മാർലോ എബനെ ഇടിച്ച് താഴെയിട്ടു. മാർലോയുടെ ശക്തിക്ക് മുൻപിൽ എബനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ ഒരു സമയം മുതലാക്കി സ്റ്റെല്ലയും ഗെയിലും വണ്ടിക്കടിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാർലോ എങ്ങനെ എബനെ ഇടിച്ച് ഇല്ലാതാക്കിയ സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് എബൻ്റെ കണ്ണ് കറുത്തിരുണ്ട് വമ്പയറുകളുടെ പോലെ ആകുന്നത് മാർലോ ശ്രദ്ധിച്ചത്. എബനും ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു വമ്പയറായി മാറി. വമ്പയറിൻ്റെ അതേ ശക്തിയാണ് ഇപ്പോൾ എബൻ ഉള്ളത്. എബൻ എങ്ങനെ പിന്നീട് മാർലോയുമായിട്ട് ഫൈറ്റ് ചെയ്തു. അവസാനം എബൻ മാർലോനെ ഇടിച്ച് കീഴടക്കുകയാണ്. എബൻ്റെ അവസാനത്തെ ആ ഇടിയിൽ മാർലോ എന്ന ആ വമ്പയർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു.
തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടത് കൂടെയുള്ള വമ്പയറുകൾ നോക്കിക്കാണുകയായിരുന്നു. നേതാവില്ലാതായ ആ വമ്പയറിൻ്റെ കൂട്ടം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിന്നു. അവർക്ക് മറ്റു വഴിയില്ലാത്തതുകൊണ്ട് എബൻ്റെ അടുത്ത് നിന്ന് അവരെല്ലാം നടന്നകന്നു പോവുകയായിരുന്നു. എബനാണെങ്കിൽ അവരെ പിന്തുടർന്നു പോകാൻ തയ്യാറായി നിന്നില്ല. കാരണം ഇപ്പോൾ 30 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസത്തെ സൂര്യോദയം ഇതാ എത്താറായിരിക്കുന്നു. എബനിനിയും ആ ഒരു വെളിച്ചം തട്ടുന്നതോടുകൂടി ഇല്ലാതാകുമെന്ന് സ്റ്റെല്ലയ്ക്കും മനസ്സിലായി. അതുകൊണ്ട് അവസാനമായിട്ട് സ്റ്റെല്ല എബനെയും കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന കുന്നിന് മുകളിൽ പോയിരിക്കുകയാണ്. ആ സൂര്യോദയം എത്തുന്നതിന് മുൻപ് അവർ രണ്ടുപേരും ചുംബിച്ചു. സൂര്യനുദിച്ച് ആ വെളിച്ചം എബൻ്റെ ദേഹത്ത് തട്ടിയതേ എബൻ വെറും ചാരമായിട്ട് ഇല്ലാതാവുകയാണ്. എബൻ അങ്ങനെ സ്റ്റെല്ലയുടെ കയ്യിലിരുന്നതിനെ അങ്ങനെ മരണപ്പെടുകയാണ്. ബാരോ എന്ന നഗരം 30 ദിവസത്തിന് ശേഷം ആ ഒരു സൂര്യോദയം അവിടെ വെച്ചങ്ങനെ കാണുകയാണ്.